ഏവർക്കും സിനി ലോഞ്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ 2024 ഏറെക്കുറെ പൂർത്തിയായിരിക്കുകയാണ്. ഈ ഒരു വർഷം ഒത്തിരിയേറെ നല്ല സിനിമകൾ മലയാളത്തിൽ നിന്നും വന്നിട്ടുണ്ട്. ഈ വർഷം എനിക്കിഷ്ടപ്പെട്ട ഒരുപിടി നല്ല സിനിമകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. അതുപോലെ ഈ വർഷം നിങ്ങൾ കണ്ട സിനിമകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയും കമൻറ്റ് ചെയ്യുക. ഈ വർഷം തിയേറ്റർ റിലീസായിട്ട് വന്ന സിനിമകളിൽ ഒരു ആസ്വാദകൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുന്നത് ആടുജീവിതമാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ആടുജീവിതത്തിനായിരിക്കും ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കുക. അത് പല കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. തിരക്കഥയാണെങ്കിലും ബാക്കി മേക്കിംഗ് ആണെങ്കിലും അതുപോലെ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ആസ്വാദകൻ എന്ന നിലയിൽ തിയേറ്ററിൽ നിന്നും പൂർണ്ണ സംതൃപ്തി നൽകി ഇറങ്ങി വന്ന സിനിമകളിൽ മുൻപന്തിയിൽ തന്നെയുള്ള ചിത്രമായിരുന്നു ആടുജീവിതം. ലിസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്നത് ആട്ടമാണ്. ഒരുപക്ഷെ ഇപ്പോഴും അണ്ടർ റേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു ചിത്രമായിട്ടാണ് ആട്ടം തോന്നുന്നത്. കാരണം ഒത്തിരിയേറെ ആളുകൾ അത് കണ്ടോ എന്നത് സംശയമാണ്. പക്ഷേ ഈ ഒരു വർഷം ഇറങ്ങിയ സിനിമകളിൽ മികച്ച സിനിമകളെന്ന് പറയാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയായിരുന്നു ആട്ടം. പ്രകടനം കൊണ്ടാണെങ്കിലും അതിലുപരി ചിത്രത്തിൻ്റെ കഥയും തിരക്കഥ കൊണ്ടാണെങ്കിലും തുടക്കം തൊട്ട് അവസാനം വരെ എൻഗേജിംഗ് ആയിട്ട് ഇരുത്താൻ ആട്ടത്തിന് സാധിക്കുന്നുണ്ട്. ഈ ഒരു ലിസ്റ്റിൽ മൂന്നാമതായിട്ട് വരുന്നത് മമ്മൂട്ടി ചിത്രം ഭ്രമയുഗമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു ഭ്രമയുഗം നൽകിയത്. ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് തിയേറ്ററിൽ ആസ്വദിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ ഒരു സമയത്തും അത്തരമൊരു അനുഭവം തന്ന മമ്മൂട്ടി ചിത്രം ഏറെ പ്രിയപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു. ഈ ഒരു ലിസ്റ്റിൽ നാലാമതായിട്ട് വരുന്നത് കിഷ്കിന്ധാകാന്ഡമാണ്. ഈ ഒരു വർഷത്തെ സിനിമകൾ എടുത്ത് നോക്കുമ്പോൾ ഒരു പ്രതീക്ഷയുമില്ലാതെ തിയേറ്ററിൽ പോയിട്ട് വമ്പനൊരു എക്സ്പീരിയൻസ് എന്ന ചിത്രമായിരുന്നു കിഷ്കിന്ധാകാന്ഡം. ചിത്രത്തിൻ്റെ കഥ കൊണ്ടാണെങ്കിലും അതുപോലെ തന്നെ മേക്കിംഗ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ഛായാഗ്രഹണം ആണെങ്കിലും അതുപോലെ തന്നെ അഭിനയമാണെങ്കിലും ഏത് തട്ടെടുത്ത് നോക്കിയാലും ഒന്നിനൊന്നും മെച്ചമെന്ന് പറയാവുന്ന ഒരു സിനിമയായിരുന്നു കിഷ്കിന്ധാകാന്ഡം. അതിലുപരി ആസിഫ് അലിയുടെ ഫാനാക്കി മാറ്റിയ ഒരു ചിത്രം കൂടിയായിരുന്നു കിഷ്കിന്ധാകാന്ഡം. ആ ഒരു അവസാനത്തെ അരമണിക്കൂറത്തെ പ്രകടനമെല്ലാം ആസിഫ് അലിയുടെ കരിയറിലെ തന്നെ എടുത്തു പറയേണ്ട സിനിമകളിൽ ഒന്നായിട്ടാണ് തോന്നിയത്. ഇനി ഈ ലിസ്റ്റിൽ അടുത്തതായിട്ട് വരുന്നത് മഞ്ഞുമൽ ബോയ്സ് ആണ്. ഈ ഒരു വർഷം ഇറങ്ങിയ സിനിമകളിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പണം വാരിയ ചിത്രങ്ങളുടെ മുൻപന്തിയിലുള്ളതാണ് മഞ്ഞുമൽ ബോയ്സ്. ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും തന്നെ ഈ വർഷം മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന സിനിമകളുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ തന്നെ കാണാൻ സാധ്യതയുള്ള ഒരു ചിത്രം കൂടിയാണ് മഞ്ഞുമൽ ബോയ്സ്. അതുപോലെയാണ് എനിക്കും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസും മികച്ചൊരു അനുഭവം തന്നെയായിരുന്നു മഞ്ഞുമൽ ബോയ്സ് നൽകിയത്. അടുത്തതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളുടെ കൂട്ടത്തിൽ വരുന്നത് അജയൻ്റെ രണ്ടാം മോഷണമാണ്. ഒരുപക്ഷെ കുറേ നാളുകളായിട്ട് കാത്തിരുന്ന ചിത്രം കൂടിയായിരുന്നു അജയൻ്റെ രണ്ടാം മോഷണം. കഥ കൊണ്ടും മേക്കിംഗ് കൊണ്ടും ബാക്കി 3D എക്സ്പീരിയൻസ് ആണെങ്കിലും ഒന്നിനൊന്നും മികച്ചു നിന്നതുകൊണ്ട് തന്നെ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു അജയൻ്റെ രണ്ടാം മോഷണം നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ മികച്ച ചിത്രങ്ങളുടെ കൂട്ടത്തിലേക്ക് അജയൻ്റെ രണ്ടാം മോഷണവും എത്തി. അടുത്തതായിട്ട് ഇഷ്ടപ്പെട്ട ചിത്രങ്ങളുടെ കൂട്ടത്തിലേക്ക് വരുന്നത് ഉള്ളൊഴുക്കാണ്. ഒരുപക്ഷെ ഇതും അണ്ടർ റേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു ചിത്രമായിട്ടാണ് തോന്നുന്നത്. കൂടുതൽ ആളുകളും ഇത് കണ്ടുവന്നത് സംശയമാണ്. ഒരുപക്ഷെ ചിത്രത്തിൻ്റെ മേക്കിങ്ങും ആ ഒരു കഥ പറച്ചിൽ ശൈലിയുമായിരിക്കാം ഒരുപാട് പേര് ഇതിൽ നിന്നും വിട്ടു നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു സിനിമ കണ്ടു തുടങ്ങിയാൽ ഉറപ്പായിട്ടും ഒന്ന് വേട്ടയാടിയിട്ടേ ചിത്രം അവസാനിക്കുകയുള്ളൂ. എന്തെങ്കിലുമൊക്കെ നമുക്കും ഈ ചിത്രത്തെക്കുറിച്ച് പറയാനായിട്ട് ഉണ്ടാകും. ആ ഒരു രീതിയിലാണ് ചിത്രം കഥ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രം നല്ലൊരു അനുഭവമാണ് സമ്മാനിച്ചത്. ആ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഈ വർഷത്തെ മികച്ച ചിത്രങ്ങളുടെ കൂട്ടത്തിലേക്ക് ഉള്ളൊഴുക്കും എത്തിയത്. അടുത്ത ചിത്രം ഈ ഒരു വർഷം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രങ്ങളുടെ കൂട്ടത്തിലുള്ള ആവേശം തന്നെയാണ്. ആവേശം നൽകിയൊരു തിയേറ്റർ എക്സ്പീരിയൻസ് അത് വേറെ ഒന്ന് തന്നെയായിരുന്നു. രംഗണ്ണനും അമ്പാനും ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ ഒരു ചിത്രം തന്ന തിയേറ്റർ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ്. അടുത്തതായിട്ട് ലിസ്റ്റിലുള്ളത് പല്ലുട്ടി 90s കിഡ്സ് ആണ്. ഇതും അണ്ടർ റേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരുപക്ഷെ അധികം ആളുകളൊന്നും ഈ ചിത്രത്തെ അങ്ങനെ സമീപിച്ചിട്ടില്ല. സമീപിച്ചായിരുന്നെങ്കിൽ വലിയൊരു ഹിറ്റ് ആവേണ്ട ചിത്രമായിരുന്നു പല്ലുട്ടി 90s കിഡ്സ്. കാരണം ചിത്രത്തിൻ്റെ കഥയും ബാക്കി കാര്യങ്ങളും അത്രമേൽ മനോഹരമാണ്. ഒരുപക്ഷെ നമുക്ക് ഇത്രയേറെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം ഈ ഒരു വർഷം ഇറങ്ങിയോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. അത്രയും മനോഹരമായിട്ടാണ് ആ ഒരു ചിത്രം ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു അനുഭവം ഈ വർഷം പല്ലുട്ടി സമ്മാനിച്ചിരുന്നു. അങ്ങനെ ഈ ലിസ്റ്റിലേക്ക് അടുത്തതായിട്ട് വരുന്നത് വാഴയാണ്. വാഴയും മനോഹരമായൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സമ്മാനിച്ചിരുന്നത്. ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങളായിക്കോട്ടെ ബാക്കി കാര്യങ്ങളായിക്കോട്ടെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതായിരുന്നു സിനിമയുടെ മേക്കിങ്ങും. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു സിനിമയും മികച്ച ചിത്രങ്ങളുടെ കൂട്ടത്തിലേക്ക് ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഈ വർഷത്തെ മികച്ച 10 ചിത്രങ്ങൾ എടുക്കാൻ പറയുകയാണെങ്കിൽ ഈ 10 ചിത്രങ്ങളായിരിക്കും ഞാൻ എടുക്കുക. പക്ഷേ ഈ വർഷം എടുത്ത് നോക്കുമ്പോൾ ഒത്തിരിയേറെ വ്യത്യസ്ത കൺസെപ്റ്റുകൾ മലയാളം ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ഈ വർഷം ഒത്തിരിയേറെ പരീക്ഷണ ചിത്രങ്ങളും ഈ വർഷം മലയാള ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ട്. ഉദാഹരണങ്ങൾ പറയുവാണെങ്കിൽ ഗഗനചാരിയുണ്ട്, മലൈക്കോട്ടെ വാലിബനുണ്ട്, അതുപോലെ തന്നെ ബറോസ് ഉണ്ട്. അപ്പം ഇനിയും അടുത്ത വർഷം ഇനിയും ഒരുപാട് പരീക്ഷണ ചിത്രങ്ങൾ മലയാളം ഇൻഡസ്ട്രിയിൽ വരട്ടെ എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കുറച്ച് സിനിമകൾ 2024 മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നും വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് ഒരുപാട് ആളുകൾ നെഗറ്റീവ് പറഞ്ഞ ഒരു ചിത്രം കൂടിയാണ്. പക്ഷേ പേഴ്സണലി നോക്കുമ്പോൾ എനിക്ക് തരക്കേടില്ല എന്ന് തോന്നിയ ഒരു ചിത്രം കൂടിയായിരുന്നു മലൈക്കോട്ടെ വാലിബൻ. മറ്റൊന്ന് അന്വേഷിപ്പിൻ കണ്ടെത്തും, അതുപോലെ തന്നെ പ്രേമലു, പെരുമാനി, ഗുരുവായൂരമ്പല നടയിൽ, അതുപോലെ തന്നെ തലവൻ, ഗോളം, വിശേഷം, അഡിയോസ് അമീഗോസ്, ഭരതനാട്യം,
ആനന്ദ് ശ്രീബാല, സൂക്ഷ്മദർശിനി, ടർക്കിഷ് തർക്കം തുടങ്ങിയ ചിത്രങ്ങൾ. അതിലുപരി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന് മനോഹരമായൊരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന 2 സിനിമകൾ കൂടെ ഉണ്ട്. അതായത് ഡിസംബറിൽ വന്നിട്ട് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ്, നല്ലൊരു ഇയർ സമ്മാനിച്ച 2 ചിത്രങ്ങൾ. അതിലൊന്ന് റൈഫിൾ ക്ലബ്ബും മറ്റൊന്ന് മാർക്കോയുമാണ്. രണ്ടും എടുത്തു പറയേണ്ട 2 ചിത്രങ്ങളാണ്. മാർക്കോയാണെങ്കിലും റൈഫിൾ ക്ലബ്ബ് ആണെങ്കിലും രണ്ടും ആ ഒരു ജോണറിനോട് നീതി പുലർത്തി വന്ന മനോഹര ചിത്രങ്ങളായിരുന്നു. അതായത് മനോഹരമായൊരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന ചിത്രങ്ങളായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ വർഷത്തെ എനിക്കിഷ്ടപ്പെട്ട മികച്ച സിനിമകളായിട്ട് തോന്നിയത്. തികച്ചും പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ മാത്രമാണ്. അപ്പോൾ ഈ വർഷം ഇറങ്ങിയ സിനിമകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ 2025 ഒരുപിടി നല്ല സിനിമകൾ വരട്ടെ എന്ന് ആശംസിക്കാം. അതുപോലെ തന്നെ നമ്മൾ കാത്തിരിക്കുന്ന ഒരുപാട് സിനിമകളും ഉണ്ട്. അതിനൊപ്പം മനോഹരമായ മറ്റ് സിനിമകളും 2025 ഉണ്ടാകട്ടെ എന്ന് കൂടി പറയട്ടെ. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.